രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തില് ഗുരുവായൂര് 1920 ആ ആശ്രമം സ്ഥാപിച്ച കാലം മുതൽ രാമനവമി ദിവസം അവിടെ ലങ്കാവിജയം കഴിഞ്ഞ് മടങ്ങി വരുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ചപ്രങ്ങളിൽ പ്രതിഷ്ഠിച്ച് ഭക്തജനങ്ങൾ കൊണ്ടുവരാറുണ്ട്. രാത്രി ഒരു 10-11 മണിയാകുമ്പോഴേക്കും ചപ്രങ്ങൾ ആശ്രമത്തിൻ്റെ മുന്നിൽ അണിനിരന്ന് വലിയ ഉത്സവമാണ്, വാദ്യഘോഷങ്ങളും ഒക്കെയായിട്ട്. അന്ന് ഗുരുപാദർ ഇടത് കയ്യിൽ കത്തുന്ന കർപ്പൂര തട്ടവുമായിട്ട് ഇറങ്ങി വരും. അദ്ദേഹം ആശ്രമത്തിന് പുറത്തു വരുന്നത് ആ സന്ദർഭത്തിൽ മാത്രമാണ്, ഒരു 10 മിനിറ്റ് നേരം. എന്നിട്ട് ഈ ചപ്രങ്ങളിലേറും. ചപ്രങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ്, അനേകം ആളുകൾ തോളിൽ എടുത്തുകൊണ്ട് വരികയാണ്, അനേകം ചപ്രങ്ങളുണ്ടാകും. ആ ചപ്രങ്ങളിലേറും. എന്നിട്ട് ആ ചപ്രങ്ങളുമായിട്ട് ആശ്രമത്തിനുള്ളിൽ കയറി ആ ആശ്രമത്തിനകത്തുള്ള സീതാരാമ ആഞ്ജനേയ പ്രതിഷ്ഠയ്ക്ക് പ്രദക്ഷിണം ചെയ്യും. ഒരു ചപ്രത്തിൽ നിന്ന് വേറെ ചപ്രത്തിലേറും. ഒരു പ്രദക്ഷിണം കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ പ്രദക്ഷിണം കഴിയുമ്പോഴേക്കും അടുത്ത ചപ്രത്തിലേറും. ഇങ്ങനെ രാമന്റെ അയോധ്യാപ്രവേശ മഹോത്സവം അതിഗംഭീരമായിട്ട് 1920 മുതൽ ഇപ്പോൾ 104ാമത്തെ വർഷമാണിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല 91 മുതൽ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ മൂകാംബിയിൽ നിന്ന് രാമരഥം കൊണ്ടുവരും. ദേവിയുടെ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഭദ്രദീപം പൂജിച്ച് വാങ്ങിച്ച് പ്രതിഷ്ഠിച്ച് അതുമായിട്ട് ശ്രീരാമപാദുകങ്ങളും അതേപോലെ ചൂടാരത്നവും ഒക്കെയായിട്ട് ഗുരുപാദരുടെ ചിത്രം അതിൽ അലങ്കരിച്ച് വച്ചിട്ടുണ്ടാകും. അതിൻ്റെ മുകളിൽ ശ്രീരാമ രഥത്തിന് മുകളിൽ അത് കൊണ്ടുവരും. ശ്രീരാമ നവമി ദിവസം വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് പാതുക സമർപ്പണ ശോഭായാത്രയാണ്. കോട്ടയ്ക്കകത്ത് നിന്ന് ഭരതകുമാരനും ശത്രുഘ്നകുമാരനും വസിഷ്ഠനും അതേപോലെ തന്നെ നഗരനിവാസികളും എല്ലാവരും വലിയ ഭജനഘോഷയാത്രയായിട്ട് നടന്നു വരും. മെയിൻ റോഡിലൂടി നന്ദിഗ്രാമമായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന പാളയം ശ്രീ ഹനുമത് സ്വാമി ക്ഷേത്രത്തിലേക്ക് സ്വാമിജി സമാധിയാകുന്നതുവരെ ഇതിനെല്ലാത്തിനും മുമ്പിൽ സ്വാമിജി കാണും. ഇപ്പോഴും അത് അതേ പ്രകാരത്തിൽ തുടരുന്നു. എന്നിട്ട് അവിടെ നന്ദിഗ്രാമത്തില് ശ്രീരാമനും ലക്ഷ്മണനും ആഞ്ജനേയനും ഹനുമാനും സീതാദേവിയും അവിടെ നേരത്തെ എത്തി നിൽക്കുന്നുണ്ടാകും. എല്ലാവരും വ്രതമെടുത്ത കുട്ടികളാണ്. അവരാണ് ഈ വേഷമെല്ലാം ധരിച്ച് ഇങ്ങനെ അവിടെ വന്ന് ഈ പ്രകാരത്തിൽ സ്വാമിജി പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന പ്രകാരത്തിൽ ഈ അയോധ്യാപ്രവേശം സാധ്യമാക്കി തീർക്കുന്നത്. അവിടെ വച്ചിട്ട് ആഞ്ജനേയ മഹാപ്രഭുവിന്റെ പാളയം ഹനുമത് സ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് പാതുക സമർപ്പണം നടക്കും. ഇതേ പ്രകാരത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ട പ്രകാരത്തിൽ അവിടെ സ്വീകരണങ്ങൾ അതിഗംഭീരമായി നടക്കും. തുടർന്ന് രഥയാത്രയായിട്ട് ആശ്രമത്തിൽ ചെല്ലും. ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാൽ പാതുക സമർപ്പണം അവിടെ ശ്രീരാമ സീത ആഞ്ജനേയ ക്ഷേത്രത്തിൽ നടക്കും. അത് കഴിയുമ്പോഴേക്കും ചപ്രങ്ങൾ വരും. ആ ചപ്രങ്ങളിലുള്ളതായ അഭിഷേകവും നടക്കും. അങ്ങനെ ലങ്കാവിജയം കഴിഞ്ഞ് മടങ്ങി വരുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് സീതാസമേതനായ രാമനെ എല്ലാ വർഷവും രാമനവമി ദിവസം വളരെ ആഘോഷത്തോടു കൂടിയിട്ട് ശ്രീരാമദാസ ആശ്രമത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന രീതി ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദര് 104 വർഷം മുമ്പ് തുടങ്ങി. അത് ഇന്നും വളരെ വിപുലമായിട്ട് ഭക്തിനിർഭരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി രാമനോടൊപ്പം വന്ന എല്ലാ രാമന്റെ ഭക്തജനങ്ങളെയും, വാനരങ്ങളുണ്ട്, രാക്ഷസന്മാരുണ്ട്, അവരെയെല്ലാം സ്വീകരിക്കുന്ന കർമ്മമാണ് ഭരതകുമാരൻ ചെയ്യുന്നത്.
സുഗ്രീവൻ അംഗദൻ ജാമ്പവാൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ വനസനും ഇങ്ങനെ ആ വാനരവീരന്മാര് മറ്റുമേവം കവിനായകന്മാരെയും മുറ്റും ആനന്ദേന ഗാഠം പുണർന്നിതു. ഭരതകുമാരൻ അവരെല്ലാം സ്വീകരിക്കുകയാണ്. സന്തോഷത്തോടുകൂടി കുശലപ്രശ്നങ്ങൾ ചെയ്ത് അവരെല്ലാം ആലിംഗനം ചെയ്യുകയാണ് ഭരതകുമാരൻ. എന്നിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ആ സ്വീകരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയാണ് അവരെല്ലാവരും ഭരതനോടൊപ്പം, അയോധ്യാനിവാസികളോടൊപ്പം. ഈ അവസരത്തിൽ ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന വാനരവീരന്മാരെല്ലാം പുരുഷവേഷം ധരിച്ചിരിക്കുന്നു, മനുഷ്യവേഷം ധരിച്ചിരിക്കുന്നു. മാരുതി പറഞ്ഞതനുസരിച്ചാണ് എല്ലാവരും ആ മനുഷ്യവേഷം ധരിച്ചത്. ഈ അവസരത്തിൽ അവരെല്ലാം സ്വീകരിക്കുന്ന ഭരതകുമാരൻ ഗദ്ഗദവാച പറഞ്ഞു ഭരതനും സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഇടർന്ന കണ്ഠത്തോടുകൂടിയിട്ട്, സ്നേഹത്തിന്റെ കുത്തൊഴുക്ക് കാരണം ഇടർന്ന കണ്ഠത്തോടുകൂടിയിട്ട് ഭരതൻ പറഞ്ഞു, നൂനം ഭവത്സഹായേന രഘുവരൻ മാന്യാം രാവണൻ തന്നെ വധിച്ചതും. ഭരതൻ സുഗ്രീവനോട് പറയാണ്, അല്ലയോ സുഗ്രീവ, അങ്ങയുടെ സഹായത്താലാണ് എന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭു പ്രബലനായിരിക്കുന്ന രാക്ഷസാധിപനെ രാവണനെ യുദ്ധത്തില് പടക്കളത്തിൽ വെച്ച് സംഹരിച്ചത്. അതെല്ലാം അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹത്താൽ, സഹായത്താൽ. ഇതിനു മുമ്പ് ലോകരെല്ലാവരും അറിഞ്ഞിട്ടുള്ളത് ദശരഥന് 4 മക്കൾ ഉണ്ട് എന്നാണ്. രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും. പക്ഷേ ഇപ്പോ എനിക്ക് ഉറപ്പായി കഴിഞ്ഞു, ദശരഥ മഹാരാജാവിന് 4 മക്കൾ, ദശരഥന് 5 ഉണ്ട് മക്കൾ. 4 സുതന്മാർ ദശരഥ ഭൂവന്. ഇത് പണ്ടേ എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇക്കാലം 5ാമനായി ചമഞ്ഞു ഭവാൻ. അല്ലയോ സുഗ്രീവ, ഇപ്പോ ദശരഥന് 5 മക്കളുണ്ട്. ദശരഥന്റെ ഏറ്റവും ഇളയ മകൻ അത് അല്ലയോ സുഗ്രീവ അങ്ങാണ്. പഞ്ചമഭ്രത ഭവാനിന് ഞങ്ങൾക്ക് കിഞ്ചന സംശയം ഇല്ലെന്നറിയടോ. അങ്ങ് ഞങ്ങൾ ഏറ്റവും ഇളയ അനുജൻ. ഇക്കാര്യത്തില് യാതൊരു സംശയവുമില്ല, യാതൊരു ഇളക്കവുമില്ല. നോക്കിക്കോണം, ആ സ്നേഹബന്ധങ്ങൾ അത് മനുഷ്യനെന്നും വാനരനെന്നുമുള്ളതായ ഭേദങ്ങളെപ്പോലും മറികടക്കുന്നു. സകല ജീവരാശിയും സഹോദരമാണ് എന്നുള്ളതായ പ്രത്യക്ഷമായ അകൈതവമായ കാപട്യം തെല്ലുമില്ലാത്തതായ ആ സ്നേഹ വായ്പില് അത് സമ്പൂർണമായി തീരുന്നു. ഇങ്ങനെ സന്തോഷത്തോടുകൂടി സുഗ്രീവനെ ആലിംഗനം ചെയ്ത് പറഞ്ഞിട്ട് ഭരതകുമാരൻ അവരെല്ലാവരെയും സ്വീകരിച്ച് ആനയിക്കുകയാണ്. ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അമ്മമാരുടെ മുന്നിലെത്തി ശോകാതുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്തിയ നമസ്കരിച്ചിടിനാൻ. രാമൻ കൗസല്യയുടെ പാദങ്ങൾ നമസ്കരിക്കുന്നു. ഏറെക്കാലം കഴിഞ്ഞിട്ടാണ് അമ്മയെ കാണുന്നത്. ആ അമ്മ മകനെ ആലിംഗനം ചെയ്ത് മകന്റെ മൂർധാവിൽ മുകർന്നു. രാമൻ കൈകേയിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അതേപോലെ സുമിത്രയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ലക്ഷ്മണകുമാരനും സീതയും അതേ പ്രകാരത്തിൽ അമ്മമാരെ എല്ലാവരെയും നമസ്കരിച്ചു. സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു. അമ്മമാരെ സീതാദേവി നമസ്കരിക്കുകയാണ്. ഇങ്ങനെ അമ്മമാരുടെ മുന്നിൽ വെച്ച്, വാനരപ്പടയുടെയും രാക്ഷസപ്പടയുടെയും മുന്നിൽ വെച്ച്, എല്ലാ നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഭരതകുമാരൻ രാമന്റെ പാദങ്ങളില് പാദുകം സമർപ്പിക്കുകയാണ്. അന്ന് ചിത്രകൂടത്തിൽ വെച്ച് രാമനാൽ ദത്തമായ ആ പാദുകത്തെ സ്വീകരിച്ച് തന്റെ ശിരസിൽ വെച്ച് കൊണ്ടുവന്ന് ഇവിടെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് അഭിഷേകം കഴിച്ച ഭരതൻ ഇപ്പോഴിതാ പാദുകങ്ങൾ
ആ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞ തത്പാദുകാദ്വന്ദ്വവും ശ്രീരാമ പാതാരവിന്ദങ്ങളിൽ ചേർത്ത് പാരിൽ വീണ് ആശു നമസ്കരിച്ചിടിനാൻ. ആ പാദുകങ്ങളെ രാമന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് രാമന്റെ പാദങ്ങൾക്ക് മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, രാജ്യം ത്വയാദത്തം, അല്ലയോ രാമ, അങ്ങാണ് എനിക്ക് രാജ്യം തന്നത്. രാജ്യം അങ്ങയ്ക്കു വേണ്ടി നോക്കാനായിട്ട്. രാജ്യം ത്വയാദത്തമെങ്കൽ പുരാ, പണ്ട് അങ്ങ് എന്നില് തന്നതായിരിക്കുന്ന സമർപ്പിച്ചതായിരിക്കുന്ന രാജ്യത്തെ ഇപ്പോൾ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാതരാൽ പൂജനീയനായിരിക്കുന്ന അങ്ങയുടെ പാദങ്ങളിൽ ഇതാ സമർപ്പിക്കുന്നു. ഇന്ന് മജ്ജന്മം സഫലമായി വന്നിതു. അല്ലയോ രാമ, ഇന്നാണ് എൻ്റെ ജന്മം സഫലമായത്. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്തെ അങ്ങയുടെ പാദങ്ങളിൽ എനിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മനോരഥമെല്ലാം സഫലമായി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം, എൻ്റെ സങ്കല്പങ്ങളെല്ലാം ഇന്നിതാ സഫലമായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കർമ്മങ്ങൾക്ക് ഇന്നിതാ സാഫല്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അയോധ്യയുടെ അവസ്ഥ എന്തെന്നറിയോ? പണ്ടേതിൽ നിന്ന് 10 മടങ്ങായി ഉടൻ ഉണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. അല്ലയോ മഹാരാജാവേ, പണ്ട് ഈ രാജഭണ്ഡാരം എത്രമാത്രം സമ്പന്നമായിരുന്നു. അതിൻ്റെ 10 മടങ്ങ് സമ്പത്ത് രാജഭണ്ഡാരത്തിലുണ്ട്. ആനയും തേരും കുതിരയും പാർത്തുകാണ്. അങ്ങ് ആനപ്പന്തി നോക്കുക, കുതിരകളെ നോക്കുക, രഥങ്ങളെ നോക്കുക, അതെല്ലാം ഇതേപോലെ 10 മടങ്ങായിട്ട് പണ്ടേതിനെ അപേക്ഷിച്ചിട്ട് വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നിന്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഇങ്ങനെ വർദ്ധിച്ചത്. നാടിനെ മുഴുവൻ ധർമ്മത്തിനൊരു ലോപവും വരാതെ, ഐശ്വര്യ സമൃദ്ധിക്ക് യാതൊരു കുറവും വരാതെ 10 മടങ്ങ് സമൃദ്ധമായി പാലിക്കുവാൻ സാധിച്ചു. അതും അല്ലയോ ഭഗവാനെ, നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ട് ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും. വികോണം, ഇതാണ് ഒരു രാജാവിൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ടതായ സങ്കല്പം. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ആ ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന്റെ കൃപയാൽ താനിത് ചെയ്യുന്നു. ചെയ്യുന്നതും ഭഗവാന്റെ കരങ്ങൾ കൊണ്ട്, പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ ശക്തിവിശേഷത്താൽ. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഭഗവാനാണ് ചെയ്യുന്നത് എന്നുള്ളതായ സമ്പൂർണമായ സമർപ്പണ ബുദ്ധി, അത് കർമ്മയോഗത്തിൻ്റെ ഉദാത്തമായ മണ്ഡലമാണ്. അങ്ങനെ വേണം, അങ്ങനെയുള്ള ബുദ്ധിയോടുകൂടി വേണം, വിചാരത്തോടുകൂടി വേണം, സങ്കല്പത്തോടുകൂടി വേണം ഭരണാധിപൻ ആര് തന്നെ ആയിക്കൊള്ളട്ടെ പ്രവർത്തിക്കാൻ. ഞാൻ കേമനാണ്, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും, എല്ലാവരും എന്നെ അംഗീകരിച്ചു കൊള്ളണം, എന്നെ വന്ദിച്ചു കൊള്ളണം, എൻ്റെ മുന്നിൽ ദണ്ഡനമസ്കാരം ചെയ്യണം എന്ന് കൽപ്പിക്കുന്നയാള് ഒരിക്കലും ഭരണാധിപനല്ല. ഭരണാധിപന്റെ രൂപത്തിലിരിക്കുന്ന ശത്രുവാണ്. ഒരു ഭരണാധിപൻ എങ്ങനെയാകണം എന്നുള്ളത് വാൽമീകി മഹർഷിയും എഴുത്തച്ഛനും നമ്മുടെ ഭാരതീയ ഋഷിപരമ്പരയും നമുക്ക് ഈ മഹാഗ്രന്ഥങ്ങളിലൂടെ വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു. ഭരണത്തിൻ്റെ സമ്പ്രദായം നമുക്ക് ഇവിടെ കാണാം. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള ആശയമാണിത്. അദ്ദേഹം പറയും ജഡയുടെ രാജനീതി എന്ന്. അതാണ് അദ്ദേഹം പറയുന്നതായ വാക്യം. അനേകം പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായിരിക്കുന്ന സംഭാഷണങ്ങളിൽ ഒക്കെ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമചന്ദ്രൻ്റെ രാജ്യം, രാമൻ അവകാശപ്പെട്ടതായ രാജ്യം അവിചാരിതമായിട്ടാണ് ഭരതന്റെ കയ്യിൽ വന്നു ചേരുന്നത്. ഭരതൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ സമുദ്രപര്യന്തമുള്ള ഭൂമിയുടെ ഏകഛത്രാധിപത്യം കൈവരുമ്പോൾ ആരായാലും അതിൽ മതിമറന്നു പോകും. ഭരതൻ മതിമറന്നില്ല, സന്തോഷിച്ചില്ല, തുള്ളിച്ചാടിയില്ല. തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ വലുതായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഭരതൻ ചിന്തിക്കുകയായിരുന്നു. രാമനില്ലാത്ത ഒരു സൗഖ്യവും തനിക്ക് വേണ്ട. രാമനെ പോലെ ജടയും വൽക്കലവും ധരിച്ച് ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് മടങ്ങിപ്പോകാൻ തന്നോട് നിർബന്ധമായി പറഞ്ഞതുകൊണ്ട്
രാജ്യം അരാജകമാകാൻ പാടില്ല. രാജ്യത്തെ നീ രക്ഷിക്കണം എന്ന് ജ്യേഷ്ഠൻ കൽപ്പിച്ചതുകൊണ്ട് ഞാൻ രാജാവാകില്ല എന്ന പൂർണ്ണ നിശ്ചയത്തോടു കൂടിയിട്ട് രാജാവിൻ്റെ സ്ഥാനത്ത് രാമനെ തന്നെ സങ്കല്പിച്ച് അതിന്റെ പ്രതീകമായി രാമപാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് പട്ടാഭിഷേകം ചെയ്ത് ആ പാദുകങ്ങളുടെ കിങ്കരനായിട്ട് രാമനു വേണ്ടി രാജ്യം വാണു. അതിന്റെ ഫലം രാജ്യത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും 10 മടങ്ങ് ഐശ്വര്യം വർദ്ധിച്ചു. ഇതാണ് ജഡയുടെ രാജനീതി. ജഡ എന്നുള്ളത് ത്യാഗത്തിന്റെ പ്രതീകമാണ്. കൈവന്ന സാമ്രാജ്യത്തെ ത്യജിക്കുന്ന അത്യുദാത്തമായിരിക്കുന്ന മനസ്സിന്റെ അവസ്ഥയുടെ പ്രതീകമാണ് ജഡ. സന്യാസി അങ്ങനെയാണല്ലോ, സർവവും ത്യജിച്ചവൻ. അതാണ് സമ്യക്കായിട്ടുള്ളതായ ന്യാസം. എല്ലാ ഭൗതിക വിഭൂതികളെയും യഥായോഗ്യം അതിൻ്റെതായ തലത്തിലേക്ക് അതിനെ നിക്ഷേപിക്കുക, എന്നിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിക്കുക. അങ്ങനെ സന്യാസിയായിട്ടായിരിക്കണം ഏതൊരു ഭരണാധിപനും രാജ്യം ഭരിക്കേണ്ടത്. ഇതാണ് ജഡയുടെ രാജനീതി. എങ്കിൽ എല്ലാ ജനങ്ങൾക്കും ഐശ്വര്യമുണ്ടാകും, ക്ഷേമവും ഐശ്വര്യവും. അതല്ല ഭരണാധിപനെങ്കിൽ എല്ലാ ജനങ്ങളെയും കാത്തിരിക്കുന്നത് വലുതായ ദുഃഖങ്ങളും വിപത്തുകളും ആയിരിക്കും. അതിവിടെ ഭാരതത്തിൻ്റെ രാജ്യഭരണ നീതിയെ ഇവിടെ ഈ പവിത്രമായിരിക്കുന്ന ചരിത്ര സംഭവത്തിലൂടെ, ഇതിഹാസത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അന്നത്തെ രാജാക്കന്മാര്, പിന്നെയും അതേപോലുള്ള രാജാക്കന്മാരുണ്ട്. അവരെല്ലാം വെറുമൊരു രാജാവല്ല, പിന്നെയോ രാജ ഋഷിമാരാണ്. രാജർഷി എന്നാണ് പറയുക. അവരൊരേ സമയം രാജാവുമാണ് ഋഷിയുമാണ്. എന്താ ഋഷി? മഹർഷി. ഉള്ളിലേക്ക്, പ്രപഞ്ചത്തിന്റെ വസ്തുസ്ഥിതിയിലേക്ക് കടന്നു ചെന്ന് അതിനെ മനസ്സിലാക്കുന്നയാള്, കാണുന്നയാള്, അതാണ് ഋഷി. അങ്ങനെ പ്രപഞ്ചത്തിന്റെ രഹസ്യം കാണാനായി പ്രയത്നിച്ചാൽ അതിന് തപസ് എന്ന് പറയും. ആ തപസ്സിലൂടെ ഈ ജഗത്തിനൂടെ ആദികാരണമായിരിക്കുന്ന പരമാത്മാവിനെ നേരിട്ട് സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ പരമാത്മാവിൽ ഉണ്ടായി നിലനിൽക്കുന്ന പ്രതിഭാസമാണ് ഈ പ്രപഞ്ചമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നിലും ഭ്രമിക്കാതെ, എന്നാൽ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതായ കർത്തവ്യം, അത് രാജഭരണമാകട്ടെ എന്തു തന്നെയായിക്കൊള്ളട്ടെ, അതിനെ പരമാത്മ സമർപ്പിതമായിട്ട് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഭംഗിയായിട്ട് നിർവഹിക്കുന്ന അവസ്ഥ, അതാണ് രാജർഷിമാരുടെ ജീവിതം. അങ്ങനെ ഭരണാധിപൻ രാജർഷിയായിരിക്കണം. അങ്ങനെ സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിലും ജനിച്ച 100 രാജർഷിമാരുടെ ചരിത്രം കൊണ്ട് പവിത്രമാണ് ഭാരതം. അത് നമ്മളിവിടെ നേരിട്ട് കാണുന്നു. ഭരതകുമാരൻ രാമനോട് അഭ്യർത്ഥിച്ചു, അല്ലയോ ഭഗവാനെ, ഞാനിതാ അങ്ങയുടെ പാദങ്ങളിൽ രാജ്യം സമർപ്പിച്ചു. അങ്ങയുടെ കാരുണ്യത്താലാണ് 10 മടങ്ങ് സമൃദ്ധമായി എല്ലാം എനിക്ക് സമർപ്പിക്കുവാനായി സാധിച്ചത്. അങ്ങ് ഇത് സ്വീകരിക്കണം. ഇത് അങ്ങയുടേതാണ്, എന്റേതല്ല. ഞാൻ അങ്ങയുടെ കിങ്കരം മാത്രം. ഇത് അങ്ങയുടേതാണ്. അങ്ങ് ഇത് സ്വീകരിക്കണം, കൈക്കൊള്ളണം. ത്യാജ്യമല്ലൊട്ടും ഭവാനാൽ. അങ്ങ് ഒരിക്കലും ഇതിനെ ത്യജിക്കാൻ പാടില്ല. ഇനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാൻ. അങ്ങയുടെ ഈ രാജ്യത്തെയും അങ്ങയുടെ പ്രജകളായിരിക്കുന്ന ഞങ്ങളെയും അങ്ങനെ ഈ ലോകത്തെയും അല്ലയോ രാമ അങ്ങ് പരിപാലനം ചെയ്യണം, കാരുണ്യ വാരിധേ എന്നിങ്ങനെ ഭരതകുമാരൻ ഭക്തിയോടുകൂടിയിട്ട് രാമനോട് അഭ്യർത്ഥിക്കുന്നു. ആ അവസരത്തില് ഭരതന്റെ ആ വാക്കുകൾ കേട്ടു നിന്ന ആളുകൾ എല്ലാവരും ഭരതനെ പ്രശംസിച്ചു. തുടർന്ന് എല്ലാവരും കൂടി ആ വിമാനത്തിൽ ഇങ്ങ് നന്ദിഗ്രാമത്തിലെത്തുകയാണ്. നന്ദിഗ്രാമത്തിന് വെളിയിൽ വെച്ചാണ് ഈ സ്വീകരണം എല്ലാം നടന്നത്. നന്ദിഗ്രാമത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെ എത്തി എല്ലാവരും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോടൊപ്പം വിമാനത്തിൽ നിന്നിറങ്ങി. ഉടൻ ചിൽപുരുഷനായിരിക്കുന്ന രാമൻ ആ വിമാനത്തോട് പറഞ്ഞു, ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ. അല്ലയോ പുഷ്പകമേ, നീ അളകാപുരിയിലേക്ക് പോവുക. നിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ വൈശ്രവണനാണ്, കുബേരനാണ്.
രാവണൻ അവിടെ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയതാണല്ലോ ലങ്കയിലേക്ക്. അത് നമുക്കറിയാം. അതാണ് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ കുബേരനാണ്. ആ കുബേരനെ വൈശ്രവണനെ നീ വഹിച്ചാലും, പക്ഷേ പുഷ്പകത്തിന് രാമനോടൊപ്പം കഴിയണമെന്നാണ് ആഗ്രഹം. പക്ഷേ പുഷ്പകത്തിൻ്റെ ചുമതല പുഷ്പകൻ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് രാമൻ പറയുന്നു, നീ അവിടെ പോവുക, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ സ്മരിക്കും, അപ്പോഴേക്കും ഇവിടെ വരിക, വീണ്ടും തിരിച്ച് അവിടെ തന്നെ പൊയ്ക്കൊള്ളുക. കാരണം ഈ പുഷ്പവിമാനത്തിൻ്റെ ഉടമസ്ഥൻ വൈശ്രവണനാണ്. മറ്റാരുടെയും വസ്തുവിനെ, അത് എത്ര ലഘുവാകട്ടെ എത്ര മഹത്തരമാകട്ടെ, രാമൻ കൈക്കൊള്ളില്ല. ഇതാണ് ത്യാഗബുദ്ധി, ഇതാണ് മനുഷ്യത്വം. എന്നിട്ട് സോദരനോടും വസിഷ്ഠനാം ആചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. രാമനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഗുരുനാഥൻ ഇരിപ്പുണ്ട്. പത്നി സമേതനായിട്ട് ഗുരുനാഥൻ്റെ പാദങ്ങളിൽ സഹോദരനോടൊപ്പം ചെന്ന്, സീതയോടൊപ്പം ചെന്ന് ആ ആചാര്യൻ്റെ പാദങ്ങളിൽ രാമൻ നമസ്കരിച്ചു. ഗുരുനാഥൻ അവർക്കെല്ലാം ആശംസ നൽകി. എന്നിട്ട് ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭൂവി ദാശരഥിയും ഇരുന്നരുളിയിടിനാൻ. വസിഷ്ഠൻ പറഞ്ഞതനുസരിച്ചിട്ട് രാമന് ഇരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരുക്കി വെച്ചിരുന്നതായ ആ വിശിഷ്ടമായിരിക്കുന്ന പീഠത്തിൽ രാമൻ ഇരുന്നു. ഈ അവസരത്തിൽ എല്ലാവരും വസിഷ്ഠ മുനിയുടെ മുന്നിൽ വെച്ച് രാമനോട് അഭ്യർത്ഥിക്കുകയാണ്, രക്ഷിക്ക ഭൂതലമെന്ന് അപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. സകലരും, ഒരൊറ്റ ആള് പോലും വ്യത്യസ്തമായ അഭിപ്രായം ഉള്ളയാളായിട്ടില്ല. എല്ലാവരും ഏകകണ്ഠമായിട്ട് രാമനോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചപ്പോൾ രാമൻ പറഞ്ഞു, മനസ്സേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. ആരും വ്യസനിക്കണ്ട. രാമൻ ഈ രാജ്യത്തെ ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയമാണ് എല്ലാവർക്കും. ആരും ഖേദിക്കണ്ട, ഞാൻ അയോധ്യാധിപനായി വസിച്ചുകൊള്ളാം എന്ന് എല്ലാവരോടും ഗുരുവിൻ്റെ മുന്നിൽ വച്ച് രാമൻ പറഞ്ഞു. തുടർന്ന് അവരെല്ലാവരും മംഗലസ്നാനം ചെയ്ത്, അതേപോലെ തന്നെ രാമനും ലക്ഷ്മണനും ഒക്കെ ഭരതനും ശത്രുഘ്നും എല്ലാം ജടയെല്ലാം ധരിച്ചിട്ടുണ്ട്. ആ ജടയെല്ലാം കളഞ്ഞ് മംഗലസ്നാനം ചെയ്ത് എല്ലാവരും ഉചിതമായിരിക്കുന്ന വസ്ത്രങ്ങളും രാജകീയമായിരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അണിഞ്ഞ്, ഈ അവസരത്തിൽ ജാനകീദേവിയെയും രാജനാരീജനം എന്തു ചെയ്തു? മാനിച്ച് അലങ്കരിച്ചു. ആ അവസരത്തിൽ വാനരനാരീജനത്തിനും കൗസല്യതാൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ. വാനരനാരിമാർ വന്നിട്ടുണ്ടല്ലോ, അനേക ലക്ഷം പേരുണ്ടവര്. അവർക്കെല്ലാവർക്കും അമ്മയായിരിക്കുന്ന കൗസല്യ മനോഹരമായ പട്ടുവസ്ത്രങ്ങളും അതേപോലെ ദിവ്യങ്ങളായിരിക്കുന്ന ആഭരണങ്ങളും എല്ലാം സമർപ്പിച്ചു, നൽകി. അവരെല്ലാം ആദരിച്ചു, സ്വീകരിച്ചു. ആ അവസരത്തിൽ സുമന്ത്രര് മഹാരഥം തയ്യാറാക്കി നിർത്തി. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹൽ സ്യന്തനമേറിനാൻ. ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ തേരിൽ ഏറി സീതാ ഭഗവതിയോടൊപ്പം. ആ അവസരത്തിൽ സുഗ്രീവനും അംഗദനും മാരുതിയും വിഭീഷണനും എല്ലാവരും ദിവ്യങ്ങളായിരിക്കുന്നതായ രഥങ്ങളിൽ നാഥന് അകമ്പടിയായിട്ട് ആ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങി. രാമന്റെ തേരിന്റെ സാരഥ്യകർമ്മം ആര് ചെയ്തു എന്നറിയോ? സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും. ഭരതകുമാരനാണ് ചമ്മട്ടി എടുത്ത് കടിഞ്ഞാണും പിടിച്ച് രാമന്റെ തേര് തെളിക്കുന്നത്. ഇക്ഷ്വാകുക്കളുടെ പരമ്പരാസിദ്ധമായിരിക്കുന്ന രഥമാണത്. ആ ചക്രവർത്തിമാരുടെ രഥം ഇപ്പോഴിതാ ഭരതൻ തെളിക്കുന്നു. ചാരു വെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും. വിഭീഷണൻ രാമന് വെഞ്ചാമരം വീശി ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും. വെൺകൊറ്റക്കുട ശത്രുഘ്നൻ രാമന്റെ ശിരസിന് മുകളിൽ പിടിച്ചു നിന്നു. സോദരൻ ദിവ്യവ്യജനവും വീയിനാൻ. ലക്ഷ്മണകുമാരൻ ശ്രീരാമചന്ദ്രന് ദിവ്യമായിരിക്കുന്ന വിശറി, ഇങ്ങനെ രാജകീയ ചിഹ്നമാണതെല്ലാം വീശിത്തുടങ്ങി. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. എല്ലാ വാനരന്മാരും മനുഷ്യവേഷം ധരിച്ചിരിക്കുകയാണ്.
രാക്ഷസന്മാർക്ക് എല്ലാവർക്കും മനുഷ്യരൂപം തന്നെയാണ്. എല്ലാവരും ദിവ്യങ്ങളായിരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അണിഞ്ഞ് അങ്ങനെ ആ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഈ വാനരവീരന്മാരെല്ലാം ആനകളുടെ പുറത്ത് കയറി അങ്ങനെ ആ ഘോഷയാത്രയിൽ പങ്കുകൊണ്ടു. ജനങ്ങളെല്ലാവരും നിർനിമേഷമായിട്ട് ആ ഘോഷയാത്രയെ കണ്ടു നിന്നു. എല്ലാവരും ശ്രീരാമചന്ദ്രനെ ആ അയോധ്യാനഗരിയിലേക്ക് ഭക്തിയോടുകൂടിയിട്ട് സ്നേഹത്തോടുകൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഭരതനോട്, വാനരന്മാർക്കും രാക്ഷസന്മാർക്കും എല്ലാവർക്കും ഉചിതമായിട്ടുള്ളതായ താമസ സൗകര്യം ഒരുക്കണം, ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ഭവനങ്ങൾ നൽകണം. ഇതെല്ലാം നേരത്തെ തന്നെ ഭരതൻ തയ്യാറാക്കിയിട്ടുണ്ട്. രാമനോടൊപ്പം ഇവരൊക്കെ വരുമെന്നറിഞ്ഞല്ലോ ഹനുമാനിൽ നിന്നിട്ട്. അതെല്ലാം അവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം അങ്ങോട്ട് ആനയിച്ചു. അവരെല്ലാം അവിടെ സുഖമായിട്ട് താമസിച്ചു.